അങ്ങനെ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ലാലേട്ടൻ ഒരു കിടിലൻ ടാസ്കുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ ഒരു ഡയലോഗ് പറയും. അപ്പോൾ അതിനനുസരിച്ചുള്ള വ്യക്തികളുടെ പേര് കണ്ടസ്റ്റൻസ് പറയണം. അപ്പോൾ എന്തായാലും ലാലേട്ടൻ ആദ്യം ചോദിച്ചിരിക്കുന്നത് ഇതാണ്: വിലമതിക്കാനാവാത്ത മുത്ത് അത് ആരാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ രണ്ടുപേര് കൈ പൊക്കിയിട്ടുണ്ട്. ഒന്ന് സിജോ, രണ്ടാമത് ജാസ്മിൻ. അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാസ്മിൻ പറയാണ്, എനിക്ക് വിലമതിക്കാനായിട്ടുള്ള മുത്തായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് ഗബ്രിയെയാണ്. എനിക്ക് ഈ നിമിഷം വരെ നല്ലൊരു ഫ്രണ്ടായിട്ട്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിട്ട്, നല്ലൊരു സ്നേഹമുള്ള ഒരാളായിട്ട് ഗബ്രിയെ ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എന്തായാലും ലാലേട്ടൻ്റെ ഈ ചോദ്യത്തിന് ഉള്ള ആൻസർ വിലമതിക്കാനാവാത്ത മുത്ത് എന്നുള്ളത് ഗബ്രിയാണ് ജാസ്മിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ലൈവിൽ കണ്ടതാണ്. മിനിയാന്നത്തെ ലൈവില് ജാസ്മിൻ രാവിലെ തന്നെ ഒരു വാഴയിലയിൽ ഗബ്രി ജാസ്മിൻ എന്ന പേര് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി വരുന്ന സമയത്ത് സർപ്രൈസ് കൊടുക്കാനായിട്ടാണ് ആ വാഴയിലയിൽ വരെ ഗബ്രിയുടെ പേര് എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ജാസ്മിൻ്റെ ഫാമിലി വന്നതിന് ശേഷം ഗബ്രി കൊടുത്ത മാല ഊരി വാങ്ങിച്ചു, അതുപോലെ ഗബ്രിയുടെ ഫോട്ടോ കീറി കളഞ്ഞ്, ഇതൊക്കെ നമ്മൾ ലൈവിൽ കണ്ടിട്ടുണ്ട്. എന്നിട്ടും ജാസ്മിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഗബ്രി മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇതിലൂടെ വ്യക്തമാണ്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കണേ. അപ്പോൾ ഗബ്രി ഇനി വരുമ്പോൾ എന്തായിരിക്കും ജാസ്മിൻ്റെ ഒരു എക്സ്പ്രഷൻ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.